അതാരെ? അവളുടെ അമ്മയച്ഛനും. ഓ, എങ്ങനെയുണ്ട് എൻ്റെ മാരേജ് ഗിഫ്റ്റ്? നിന്റെ ആരും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, സോറി. നീയല്ലടാ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അവള് കേൾക്കണ്ട. അമ്മയെ പരിചയപ്പെടണ്ടേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആൾക്കാർ എന്തിനാ കരയുന്നത്? ഇയാള് ചെയ്തു തന്നെയാ ശരി. ഞാൻ ഈ കാര്യത്തിന്റെ ഒരു വശം മാത്രമേ ചിന്തിച്ചുള്ളൂ. ശരിക്കും ഇവരൊക്കെ തന്നെയല്ലേ ഒന്നാവണ്ട്. ഓരോ കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണല്ലേ. ദേഷ്യം വന്ന പിന്നെ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. അതാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ. സോറി. അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ പഠിച്ച് എത്ര പേരുണ്ടാ ആ ജോലി തന്നെ ചെയ്യുന്നത്? നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരടാ ജീവിതത്തിൽ നമ്മളെക്കാട്ടും വേഗത്തിൽ കയറി പോവാ. നമ്മുടെ ടുട്ടൂനെ പോലെ. അതെ. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. പുറത്ത് കേൾക്കുമ്പോൾ വിനോദ് പറയുന്നത് കേട്ട് ഇത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്ന്. തിയറിക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്കാണല്ലോ. പ്രാക്ടിക്കലിന് എനിക്ക് 85% മാർക്കുണ്ട് സാർ. ഇവിടെ വന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും പോർ നിങ്ങളാണല്ലോ. സോ നിങ്ങളെപ്പോലുള്ള ഒരാളെ സെലക്ട് ചെയ്യാനുള്ള റിസ്ക് ഈ കമ്പനി ഏറ്റെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനല്ലേ സാർ ഏറ്റവും വലിയൊരു റിസ്ക് എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണേലും ഒരു എംപ്ലോയിയെ പിരിച്ചുവിടാം. അതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്ന ഞാൻ എടുക്കുന്ന റിസ്ക് അല്ലേ സാർ ഏറ്റവും വലുത്. അവനിപ്പോൾ ആ കമ്പനിയിലെ സോണൽ മാനേജറാ. അതൊന്നും അല്ല അളിയാ. അവനില്ലേ, അവൻ ആളൊരു വേന്ദ്രനായിരുന്നു. അവൻ്റെ കൂടെ നിൽക്കണാരാന്ന് മനസ്സിലായോ? ഓർക്കുന്നുണ്ടോ നമ്മളൊന്ന് അന്താക്ഷരി കളിച്ചപ്പോൾ അവൻ പാടിയ പാട്ട്? എണ്ണക്കറുപ്പിന്നേഴഴക് മണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേൻ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. നമ്മളൊക്കെ ചേക്കപ്പെട്ടിനോട് യാത്ര പറഞ്ഞപ്പോൾ അവനവളോട് പറഞ്ഞതാണെന്നറിയോ? ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞു ഭാവിയിൽ എനിക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമെന്ന്. അവരുടെ അമ്മേനെ ഞാൻ കൺമണി എന്ന് വിളിച്ചോട്ടെ. അവളെ പഠിപ്പിച്ചതും ജോലി വാങ്ങി കൊടുത്തതൊക്കെ അവനാടാ. ഹായ്. ആനന്ദവിടെ? ഇയാളെ വെള്ളടിക്കും ചെയ്യോ? മനസ്സിന് സന്തോഷവും സങ്കടവും ഒരുപാടില്ലാത്തപ്പോൾ മാത്രം. അതെന്താ ഈ പറഞ്ഞ രണ്ടും ഇപ്പൊ ഇല്ലേ? റമ്മോ? വേറെ ഒന്നും കിട്ടില്ല? അയ്യേ, എനിക്ക് വേണ്ട. ഞാൻ വൈനേ കഴിക്കുള്ളൂ. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ബിയർ, അല്ലാതെ ഹോട്ടൊന്നും ഞാൻ കഴിക്കില്ല. എന്തിനാണോ ഈ ഫോർമാലിറ്റി ഒക്കെ? ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. ഇതാ ടച്ചിങ്സ് ഒന്നുമില്ല. താങ്ക്സ്.
ഡു യു ഹാവ് എനി ക്രഷ് ഓൺ സമ്മൺ? എന്ത് ചിരിക്കുന്നത്? ആരെയാ? എൻ്റെ അടുത്ത് തന്നെ. ഓ, വളിച്ചൊരു തമാശ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, എന്നാലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അപ്പോ ഇയാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും അല്ലേ? ഇയാളിപ്പോഴും അവളെ തന്നെ ഓർത്തിരിക്കുക അല്ലേ? അല്ലേ? ഓർക്കേണ്ടതൊന്ന്, മറക്കേണ്ടതൊന്ന്, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ കൂടെ ഡ്രൈവിന് വരുന്നോ? Sorry, once more. അതെ, അയ്യോ. വാക്കിംഗ്? എനിക്ക് മമ്മൂക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടയം കുഞ്ഞച്ചൻ ഞാനൊരു 10-20 തവണ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ റെഡാ. ചെറുപ്പം മുതൽ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അത് പെട്ടെന്ന് മാറും കേട്ടോ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പ്രിസൈസ് ആയിട്ട് ആൻസർ കിട്ടണം. ഇയാളുടെ ഡ്രീം എന്താ? ഇപ്പൊ മനസ്സിലൊന്നേ ഉള്ളൂ, കൈലാസത്തിലേക്കൊരു യാത്ര. കൈലാസത്തിലേക്കോ? ശിവനെ കാണാൻ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാവുന്നല്ലേ നല്ലത്. ഈ 100 വർഷത്തെ ഏകാന്തത എന്നൊക്കെ പറയുന്ന പോലെയോ? എൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവിടെ എത്തിയോന്നറിയണം. അത് കഴിഞ്ഞ് അറിയില്ല. എന്റെ ഡ്രീം എന്താന്ന് അറിയണ്ടേ? വേണ്ട, എന്താ? അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. കുഞ്ഞായിരിക്കുമ്പോ ഞാനും ഡാഡിയും എല്ലാ ഈവനിങ് ഇവിടെ വരുമായിരുന്നു. ഇയാളുടെ ലൈഫിലെ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതാ? അതിനി വരാതിരിക്കുന്നതേ ഉള്ളൂ. കണ്ണടയ്ക്ക്. കണ്ണടയ്ക്ക്. എന്തിന്? കണ്ണടയ്ക്കടോ. ഇനി തുറന്നോ. ഹാപ്പി ബർത്ത്ഡേ. എന്താ പറയണ്ടെന്നറിയില്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇന്നയാളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ ഞാനാ പറഞ്ഞ ഇങ്ങനെയൊരു സർപ്രൈസ് കൊടുക്കാന്ന്.
എൻ്റെ 2 ബർത്ത്ഡേ ഞാൻ ഇവിടെ ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ട്. ഇയാളുടെ പേരൻസ് ഒക്കെ? അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എല്ലാ മാസം മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതുകൊണ്ട് അമ്മ മരിച്ചിട്ടില്ലെന്നറിയാം. ഇയാളുടെ ഡ്രീം എന്താ? പറയില്ല. ഇയാളുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതാ? അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തരേണ്ടവർ എൻ്റെ കൂടെ ഇല്ലല്ലോ. അച്ഛനും അമ്മയും. നാളെയും കൂടെയുള്ളൂ ഞാനിവിടെ. അത് കഴിഞ്ഞാൽ ഞാൻ മലേഷ്യക്ക് തിരിച്ചു പോകും.